ഇത് തന്നെയായിരുന്നു ഞാൻ ദുആ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല ലെവലിൽ ജീവിക്കണം, എനിക്ക് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ അത് തന്നെയാണ് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരുന്നത്. കുറേ ഇതിനിടയിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു 12 വർഷം പുറകോട്ട്, ഇപ്പോൾ 12 വർഷം ആവാൻ പോവുകയാണ് കല്യാണം കഴിഞ്ഞിട്ട്. 12 വർഷം പുറകോട്ട് സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിക്കുമ്പോൾ കുറേ ആൾക്കാരുടെ അഭിപ്രായങ്ങളും മൊത്തത്തിലൊരു ടെൻഷനായിരിക്കും. എല്ലാവർക്കും ഒരു ടെൻഷൻ നിറഞ്ഞിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും എന്തായാലും ഉണ്ടാവുക. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. ഞാൻ എന്തായാലും കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. കാരണം എന്നെ രക്ഷിക്കാൻ പറ്റുന്നത് ആകെ അള്ളാഹ്ക്ക് മാത്രമാണെന്ന് ഏതോ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അള്ള എന്നെ ആ ഒരു പോയിന്റിലേക്ക് ഇട്ടു എന്ന് വേണം പറയാൻ. എന്തായാലും കുറേ കാണാൻ വരലും മുടങ്ങിപ്പോലും അല്ലെങ്കിൽ മടങ്ങിപ്പോലും എല്ലാം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള പ്രപ്പോസൽ വന്ന് സെറ്റായി. പെങ്ങളൊക്കെ കാണാൻ വന്ന് സെറ്റായി. കല്യാണം കഴിയുന്നവരെ എനിക്കും ടെൻഷനായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ചിന്തയിൽ ഇത് നല്ലൊരു പ്രപ്പോസലായിരുന്നു എല്ലാം കൊണ്ടും. കാരണം എൻ്റെ ചിന്തയിൽ എനിക്കിനി നാട്ടിൽ നിൽക്കണ്ട, എനിക്ക് വിദേശത്ത് സെറ്റാവണം. ഡ്രീംസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഡ്രീംസാണ്. പക്ഷേ അന്ന് ഇങ്ങനെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഒരു വിയേർഡായിട്ടുള്ളൊരു സംഭവം പോലെ, അതായത് ഭയങ്കര ഓവറായിട്ട് ചിന്തിക്കുക എന്നുള്ള പോലത്തെ, കിട്ടുന്നതിനേക്കാളും മുകളിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ള ലെവലിലാണ് ആൾക്കാർക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് മുൻപ് ഇത് സംസാരിച്ചാൽ എടുത്ത് പുറത്തിടും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഡ്രീംസ് പറയാൻ പറ്റില്ല. പണം മാത്രം നോക്കുന്നു, അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നൊക്കെ അങ്ങ് പറയും. പണം എല്ലാവർക്കും ആവശ്യമാണെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മോശമായിരുന്നു കുറച്ച് മുൻപ് വരെ. ഇപ്പോഴും അങ്ങനെയുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ആവശ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു പുസ്തകത്തിൽ എൻ്റെ ആവശ്യങ്ങൾ എഴുതിയിട്ട് അത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എനിക്ക് ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഇന്ന പോലെയാണ് വേണ്ടത് ഭർത്താവിൻ്റെ സ്വഭാവം, ഭർത്താവിൻ്റെ വീട്ടുകാർ, സാഹചര്യം, ജീവിത സാഹചര്യം, ഓരോന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന പോലെ ആയിരിക്കണം, ഇന്ന പോലെ ആവാൻ പാടില്ല എന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇത് മറന്നു പോകാതിരിക്കാൻ ആദ്യമായിട്ട് എന്നോട് ആരും പറഞ്ഞു തന്നിട്ടല്ല. അന്ന് ഈ ഇങ്ങനെയുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ മൊബൈൽ പോലും ഇല്ലാത്ത സമയമാണ് എൻ്റെ കയ്യിൽ കേട്ടോ, മറ്റുള്ളവർക്കുണ്ടായിരിക്കാം. എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എല്ലാ പ്രാർത്ഥനയും എഴുതി വെച്ച് എല്ലാ നമസ്കാരത്തിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കുറേ നേരം നമസ്കാര പായലിരുന്നിട്ട് എനിക്ക് വേണ്ട എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. എനിക്കിതാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള അവസ്ഥയിലൊന്നും ഞാൻ എത്തില്ല. ഇങ്ങനെ കരഞ്ഞ് തളർന്ന് അവിടെ തന്നെ ഉറങ്ങുമായിരുന്നു.